നമസ്കാരം. ശ്രീ പഠിച്ചെന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളത്തെ കേരള പാഠാവലി പരീക്ഷയുടെ പഠനത്തിന്റെ തിരക്കിലായിരിക്കും നിങ്ങൾ. ഇനി അധിക സമയം ഇന്നത്തെ ദിവസം പഠനത്തിനായി ഇരിക്കരുത്. ഇന്ന് നമുക്ക് നല്ല റെസ്റ്റ് വേണ്ട ഒരു ദിവസമാണ്. ഏതാണ്ട് ഒരു 10-10:30 മണിയോടുകൂടി നിങ്ങൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് വേണമെങ്കിൽ 5 മണിക്ക് എണീറ്റ് കുറച്ച് ഭാഗങ്ങൾ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളതോ വീണ്ടും ഒന്നുകൂടെ വായിക്കണം എന്നുള്ള ഭാഗങ്ങൾ വായിക്കും. പക്ഷെ അത് ഇന്ന് ഒരുപാട് സമയം പഠനത്തിനായി ചെലവഴിക്കരുത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറൂടെ ഒന്ന് നമുക്ക് നോക്കാം. കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ എഴുതേണ്ട സമയം 1.5 മണിക്കൂറാണ്. 40 മിനിറ്റ് 40 മാർക്കാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. കൂൾ ഓഫ് ടൈമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട 15 മിനിറ്റ്. അപ്പൊ വല്ല ഡയറക്ഷൻസ് കൊടുത്തിരിക്കുന്നതിൽ ഉണ്ടല്ലോ നിർദ്ദേശങ്ങൾ. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണെന്നും ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് ചോദ്യങ്ങൾ വായിച്ചു നോക്കണമെന്നും ചോദ്യങ്ങൾ ശരിയായി വായിച്ചു നോക്കി എഴുതേണ്ട ആൻസേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ 1 വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരവും ആ സമയത്ത് നമുക്ക് 15 മിനിറ്റ് ഫുള്ളായിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എഴുതി തുടങ്ങാൻ കഴിയും. 1 മുതൽ 5 വരെ ചോദ്യങ്ങൾ 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 1 മാർക്ക് വീതമാണ്. അതിൽ 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുന്നവരും ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം ആലോല ചെറുസ ഭോഗങ്ങൾ തേടുന്നു. ഭോഗങ്ങൾ തേടുന്നത് എന്ത്? അപ്പൊ ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുവാണോ? അല്ല. രാഗാതി സങ്കുലമായുള്ള സംസാരമാണോ ഭോഗങ്ങൾ തേടുന്നത്? അല്ല. ചക്ഷുശ്രവണ കളസമായ ദർദിനമാണോ? അല്ല. അപ്പൊ ഉത്തരം ഏതാണ്? കാലാഹിന പരിഗ്രസ്തമായ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നത്. അപ്പൊ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കവിതകളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം അറിയണമെങ്കിൽ കവിതയിലെ വരികൾ നമുക്ക് വളരെ ഹൃദിസ്ഥമായിരിക്കണം. രണ്ടാമത്തെ ചോദ്യം പൗരസ്ത്യ സംസ്കാരം. ഇതിന്റെ അടിവരയിട്ട പദത്തിന്റെ വിഗ്രഹാർത്ഥം എഴുതുക എന്നാണ്. ഉത്തരം പൗരസ്ത്യ ദേശത്തെ സംസ്കാരം. പാശ്ചാത്യ സംസ്കാരമാണെങ്കിൽ പാശ്ചാത്യ ദേശത്തെ സംസ്കാരം. പടിഞ്ഞാറൻ സംസ്കാരമാണെങ്കിൽ പടിഞ്ഞാറൻ ദേശത്തെ സംസ്കാരം. മൂന്നാമത്തെ ചോദ്യം ഉപ്പുകൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നിടത്ത് തന്നെ മിഴിച്ചു നോക്കിക്കൊണ്ട് നിന്നു. ഒന്ന് അനങ്ങാൻ പോലും അയാൾക്ക് ധൈര്യം ഉണ്ടായില്ല. അപ്പൊ ഇവിടെ രാങ്വാൾ രാങ്ങിന്റെ മാനസികാവസ്ഥ. ഇപ്പൊ ഇതിൽ തന്നെ ഉപ്പുകൊണ്ടുള്ള പ്രതിമ, ഉപ്പു പ്രതിമയുടെ വിഗ്രഹമാണത്. ഘടകപദമാക്കി എഴുതിയിരിക്കുന്നതാണത്. അപ്പൊ എന്തുകൊണ്ടാണ് അയാളുടെ മാനസികാവസ്ഥ ഈ സമയത്ത് എന്തായിരുന്നു? മനസ്സിൽ അയാൾക്ക് പാപബോധം ഉണ്ടായത് കൊണ്ടാണ് ഉപ്പുകൊണ്ടുള്ള പ്രതിമയെ പോലെ അയാൾ അനങ്ങാതെ നിന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ പാപബോധം അയാളിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാം. അടുത്ത 4-മത്തെ ചോദ്യം കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ. ദിവാകരൻ നളിനിയെ കണ്ടുടൻ തിരിച്ചറിയാതെ പോയതിന്റെ കാരണം എന്ത്? എന്തുകൊണ്ടാണ് തിരിച്ചറിയാതെ പോയത്? നളിനിയുടെ ഭാവമാറ്റം കണ്ടിട്ടാണോ? ദിവാകരൻ സന്യാസി ആയതുകൊണ്ടാണോ? നളിനിയെ പണ്ട് പരിചയമില്ലാത്തത് കൊണ്ടാണോ? നളിനിയുടെ രൂപമാറ്റം കൊണ്ടാണോ? നളിനിയുടെ രൂപമാറ്റമാണ്. അതായത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കണ്ട നളിനിയല്ല ഇന്നത്തെ കുട്ടി, ഇന്നത്തെ യുവതി. അവൾ ഒരു ചെറിയ പൂവോലിന് വള്ളിയായിട്ട് മാറി. അപ്പൊ അതുകൊണ്ടാണ് തിരിച്ചറിയാത്തത്. അപ്പൊ അതിന്റെ അവിടെ ഉത്തരം വരുന്നത് എന്താണ്? നളിനിയിലുണ്ടായ രൂപമാറ്റം. ഇനി ശരി, വ്യത്യസ്തമായ പദച്ചേരുവ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോഴും പദച്ചേരുവകൾ തന്നിട്ട് അതിന് വ്യത്യസ്തമായത് എടുത്തെഴുതാനാണ്. കോടി അധികം കോടി, കോടി കോടി. വെട്ടി അധികം വെട്ടി, വെട്ടി വെട്ടി. എത്ര അധികം എത്ര, എത്ര എത്ര. വിങ്ങി അധികം വിങ്ങി, വിങ്ങി വിങ്ങി. അപ്പൊ ഈ 3 കോടി കോടി, വെട്ടി വെട്ടി, വിങ്ങി വിങ്ങി, 3 എന്ത് ചെയ്യുന്നില്ല? അതിന്റെ അക്ഷരങ്ങൾ 2 വർണ്ണങ്ങൾ തമ്മിൽ, 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ വർണ്ണമാറ്റം നടക്കുന്നില്ല. എന്നാൽ എത്ര എത്ര എന്നുള്ളത് ചേർത്ത് എഴുതുമ്പോൾ എത്ര യത്ര, അവിടെ ഒരു യകാരം ആഗമിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായത് ഒരു വർണ്ണം ആഗമിക്കുന്നത് അല്ലെങ്കിൽ ഒരു വർണ്ണത്തിൽ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് എത്ര എത്രയാണ്. ഇനി കൊടുത്തിരിക്കുന്ന 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം. മാക്സിമം 3 സെന്റൻസ് മതി. ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട. എന്റെ മനോവിചാരം പൂർണ്ണമായി സിദ്ധിച്ചു. ഇനി എന്തിനു അഭിനന്ദിക്കാതിരിക്കുന്നു? ഹൃദയോഗം. അപ്പൊ ദുഷ്യന്തൻ ഇങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം എന്താണ്? അതായത് തന്റെ ഭാര്യ ആയിരുന്ന ശകുന്തള തന്നെയാണ് അവിടെ ഉള്ളത് എന്ന് അയാൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. സർവ്വധമനന്റെ ശകുന്തലാസ്യം എന്ന് കേട്ടപ്പോൾ എന്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയായിട്ടൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഇനി എന്റെ മനോവിചാരം എന്ന് പറഞ്ഞാൽ ശകുന്തള തന്നെയാണ് എന്റെ അമ്മ എന്നുള്ള ചിന്ത പൂർണ്ണമായി സിദ്ധിച്ചു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കരിമ്പന പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പനെന്ന് ആദ്യം അപരിചിതമായി തോന്നി. അയാളുടെ മാനസിക സംഘർഷം. എല്ലാ വ്യക്തികളും ഇപ്പോൾ സംഘർഷത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അപ്പൊ അയാൾ എന്നും കേൾക്കുന്ന ശബ്ദമാണ് കരിമ്പന പട്ടകളിൽ കാറ്റിരമ്പുന്നത്, കാറ്റടിക്കുന്ന ശബ്ദം. അന്ന് അയാൾക്ക് അത് അപരിചിതമായി. കാരണം അയാളുടെ മനസ്സ് മുഴുവൻ തൂക്കിലേറ്റപ്പെടാൻ പോകുന്ന മകനെ കുറിച്ചുള്ള ചിന്തയാണ്. അയാളുടെ ഭാവി അവിടെ ഇല്ലാതാവുകയാണ്. അയാളുടെ വർത്തമാനകാലമായിരുന്നു അയാളുടെ പിതാവ്, അത് അയാൾക്ക് ഇല്ലാതായി. അപ്പൊ ഈ ഒരു
മാനസികാവസ്ഥയിൽ എല്ലാം കേൾക്കുന്നതല്ല അപരിചിതമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിന്റെയൊക്കെ ആൻസേഴ്സ് 3 സെന്റൻസ് മാത്രം. അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. എനിക്ക് ആ വൃദ്ധയുടെ പരിതസ്ഥിതിയിൽ വലിയ സഹതാപം തോന്നി. കുറിച്ചോ, അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥകൾ എന്നെ വികാരപരവശനാക്കി. അപ്പോൾ അവന്റെ ഉത്തരം ഒറ്റ വാക്യമാകുമ്പോൾ തനിക്ക് ആ വൃദ്ധയുടെ പരിസ്ഥിതിയിൽ വലിയ സഹതാപം തോന്നുകയും അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ വാക്കുകൾ എന്നെ വികാരപരവശനാക്കുകയും ചെയ്തു. ഇനി 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയുടെ ഉത്തരം എഴുതുക എന്നാണ്. വൈരി വൈരസേനിക്കിഹ ഞാൻ കലി തവ ഞാൻ മിത്രം. ശത്രുവിന്റെ മിത്രം എന്ന ചൊല്ലുമായി ബന്ധിപ്പിച്ച് കലിയുടെ പ്രലോഭന തന്ത്രം, അതായത് തവ ഞാൻ മിത്രം, ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, പക്ഷെ ഞാൻ വൈരിയാണ്. ആർക്ക്? വൈരസേനിക്ക്. ഏത് വൈരസേനി? നളനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വീരസേനന്റെ പുത്രനാണ് പുഷ്കരൻ. പക്ഷെ നിന്നോട് ഞാൻ മിത്രം, നിനക്ക് ഞാൻ ഫ്രണ്ട്, പക്ഷെ ഞാൻ ശത്രുവായിരിക്കുന്ന ആർക്കാണ്? വീരസേനന്റെ മകനായ നളൻ, നിന്റെ സഹോദരന് ഞാൻ ശത്രുവാണ് എന്ന് പറഞ്ഞ് ഈ ഒന്നാമതേ സഹോദരനോടുള്ളിൽ അസൂയുള്ള പുഷ്കരനെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരികയാണ് അവിടെ കലി ചെയ്തു. തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അവമാനങ്ങളും സഹിച്ച് ഇങ്ങനെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതമാണോ? അപ്പൊ ഇത് ദസ്തയേവ്സ്കിയുടെ ജീവിത ദർശനമാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ എഴുതുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. സെക്കൻഡ് പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുന്നു. അത് എഴുതി നിർത്തുമ്പോൾ ചോദ്യം ഇതിനകത്ത് വരുന്ന രീതി, അതായത് അവസാനം നമ്മൾ എഴുതുന്നു വ്യത്യസ്തമായ ഇങ്ങനെയുള്ള ജീവിത ദർശനങ്ങളാണ് ദസ്തയേവ്സ്കി അവതരിപ്പിച്ചത്. ചോദ്യം കൺക്ലൂഡ് ചെയ്ത് വരുന്ന രീതിയിൽ ആൻസർ എഴുതാം. ശരിയല്ലേ? സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതമേ അല്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ദസ്തയേവ്സ്കി. അത് നമ്മൾ അതിനകത്ത് എഴുതുന്നു. മഞ്ഞും തിമിരവും ചേർന്ന ഇതളുകൾ നൽകിയ വെളിച്ചത്തിൽ ഒറ്റ ബിന്ദു, ഒരേ ഒരു വെളുത്ത പൂവച്ച് ഏകാന്തമായ ശവകുടീരമാക്കി വീടിനെ മാറ്റുന്നു. ഉരുളക്കിഴങ്ങ് വരുന്നവരിലാണ്. അപ്പൊ കഥയിൽ ഇത്തരം സൂചനകളിലൂടെ മരണത്തെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നതുണ്ടല്ലോ. വൃദ്ധന്റെ കടക്കടയിൽ നിന്ന് ചോര പൊടിയുന്നത്, കുരിശിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്നത്, ക്ലോക്കിലെ ശബ്ദം, ഇതെല്ലാം പിന്നെ വെളുത്ത പൂവച്ച് ശവകുടീരമായിട്ട് അയാൾക്ക് വീടിനെ തോന്നുന്ന മകന്റെ ശവശരീരം കണ്ടിട്ട് വരുന്ന വഴിയാണ് ഖനിയിൽ നിന്ന്. അപ്പോ പിന്നെ ഉരുളക്കിഴങ്ങിന്റെ തൊലി പൊട്ടി വികൃതമായിരിക്കുന്നത്, ഇതെല്ലാം മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. 12ാമത്തെ ചോദ്യം, പ്രിയപ്പെട്ട മൈക്കലാഞ്ചലോ, നന്ദി 1000 സ്പന്ദന പുഷ്പങ്ങൾ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു, നിൻകരം ഒത്തുന്നു. മാപ്പ് നൽകുകൻ പ്രിയ മൈക്കലാഞ്ചലോ. കവി ശില്പിയോട് നന്ദി പറയുന്നു. അതെന്തിനാണ്? ആ ശില്പം കണ്ട സൗന്ദര്യം ആസ്വദിച്ചപ്പോൾ ദിനരാത്രങ്ങൾ വിയർത്തുരുകി ജോലി ചെയ്ത മൈക്കലാഞ്ചലോയെ സ്തുതിക്കുന്ന കവി. കാരണം ലോകത്തെമ്പാടുമുള്ള ആളുകൾ വന്ന് കണ്ട് കരഞ്ഞു പോകുന്ന ഒരു രൂപമാണ് പിയത്ത, കരുണ എന്ന ആ ഒരു മകന്റെ ശവശരീരം അടിയിലേറ്റിരിക്കുന്ന അമ്മയുടെ പ്രതിമ. എന്നാൽ അതേ രൂപത്തിൽ നമ്മൾ കാണുന്ന വേറൊന്നെന്താണ്? ഇതിനെ തട്ടി തകർത്ത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ഭ്രാന്തൻ മയക്കുമരുന്നിന് അടിമയായവൻ ഈ ശില്പം പണിത ചുറ്റിക വെച്ച് തന്നെയാണ് ദിനരാത്രങ്ങൾ മൈക്കലാഞ്ചലോ വിയർത്തുരുകി ഉണ്ടാക്കിയ ശില്പത്തിനെ ഒരു നിമിഷം കൊണ്ട് അവൻ തച്ചുടച്ചു. അപ്പൊ അവൻ ചെയ്ത തെറ്റിന് ഇവിടെ യേശു കുരിശിൽ കിടന്ന് താൻ ചെയ്ത കള്ളന്മാര് ചെയ്ത തെറ്റിന്, മറ്റുള്ളവർ ചെയ്ത തെറ്റിന് മധ്യസ്ഥത വഹിച്ചതുപോലെ ഇവിടെ കവി മൈക്കലാഞ്ചലോയോട് മധ്യസ്ഥത പറയുകയാണ്. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്ത് കൊല്ലും പോലെ ആണ്, വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. യുദ്ധത്തിന്റെ പരിണാമം. ദുര്യോധനൻ ഇങ്ങനെ പറയുന്നതിന് കാരണം എന്താണ്? ഗദായുദ്ധം നടക്കുമ്പോൾ ദുര്യോധനനും ഭീമനുമാണ് ഏറ്റുമുട്ടിയത്. വൈകുന്നേരം വരെ ഭീമന് ദുര്യോധനെ തൊടാൻ പറ്റിയില്ല. രണ്ടുപേരും കൃഷ്ണന്റെ സഹോദരൻ ബലരാമനിൽ നിന്നാണ് ഗദായുദ്ധം പഠിച്ചത്. അപ്പോൾ ഇവനെ തോൽപ്പിക്കാൻ പറ്റില്ല ഭീമസേനന് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവരുടെ എല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടല്ലോ ശ്രീകൃഷ്ണൻ, അദ്ദേഹം ദൂരെ നിന്ന് തുടയ്ക്കടിച്ച് കാണിച്ചു കൊടുത്തു. ഗദായുദ്ധത്തിൽ അരയ്ക്ക് താഴോട്ട് അടിക്കാൻ പാടില്ല, പക്ഷെ അത് ഭീമസേനൻ അതനുസരിച്ചു. അങ്ങനെ തുടയ്ക്കടിച്ച് വീഴ്ത്തിയത് കൊണ്ടാണ് അവൻ രക്തത്തിൽ കുളിച്ച് അവിടെ കിടക്കുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് യുദ്ധത്തിൽ പരിക്കേറ്റ് വീണാൽ ആശുപത്രി കൊണ്ടുപോകുന്ന പതിവില്ല, അവിടെ കിടന്ന് മരിക്കുകയാണ് പതിവ്. അപ്പോൾ തന്നെ ഓർക്കാപ്പുറത്ത് അല്ലെങ്കിൽ വിഷം തന്ന് കൊല്ലുന്ന പോലെയൊക്കെയാണ് കൊന്നത് എന്ന് അദ്ദേഹം പറയും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ എഴുതി പാരഗ്രാഫ് തിരിച്ചെഴുതുക. ഇനി പാന്തർ പെരുവഴി അമ്പലം തന്നിലെ ആ വരിയുടെ ചമൽക്കാര ഭംഗി, അതായത് വഴിയാത്രക്കാർ പെരുവഴി അമ്പലത്തിൽ കൂടിയിട്ട് പല വഴിക്ക് താന്തരായി കൂടിയിട്ട് ക്ഷീണിതരായി കൂടി കിടന്നുറങ്ങി, ചിലപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് പകിട കളിച്ചു, പദ്യങ്ങൾ ചൊല്ലി, കവിതകൾ പാടി, നാടൻപാട്ട് പാടി, രണ്ട് വഴിക്ക് രാവിലെ രണ്ട് കൂട്ടരും എല്ലാ കൂട്ടരും പിരിഞ്ഞു പോകും. അതുപോലെ
നദിയിലൂടെ ഒഴുകുന്ന തടികൾ ഒരുമിച്ച് കൂട്ടിക്കെട്ടി വിടുമ്പോൾ അത് പാറക്കെട്ടിച്ച് നടിച്ച് പൊട്ടിച്ച് തുറന്നതുപോലെ അത്രേ ഉള്ളൂ ഒരു കുടുംബത്തിലെ താമസം. എപ്പോ വേണമെങ്കിലും അത് ഇല്ലാതായി പോകാം. ആളുകൾ പല വഴിക്കായിട്ട് പല വിധിയുടെ വിളയാട്ടമായിട്ട് പോകും. അപ്പൊ ഇതിന്റെ ചമൽക്കാര ഭംഗി കണ്ടെത്തുക. അതും അര പേജ് ചോദ്യമാണ്. ഏതാണ്ട് 3/4 പേജോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഒന്നരപ്പുറം എന്ന് പറഞ്ഞ് നമ്മൾ 3 പാരഗ്രാഫ്, പിന്നെ 1.5 എന്ന് പറയുമ്പോൾ ഒരു പേജ് ഫുള്ള്, അടുത്ത പേജ് ഹാഫ്. അപ്പൊ അതിന്റെയും കുറച്ച് താഴോട്ട് നമുക്ക് എഴുതേണ്ടി വരും. പുരുഷന്മാർക്ക് ദാരിദ്ര്യത്താലുള്ള അധപ്പതനം, സ്ത്രീകൾക്ക് വിശപ്പ് കാരണമുണ്ടാകുന്ന മാനഹാനി, കുട്ടികൾക്ക് അറിവില്ലായ്മയാൽ നേരിടുന്ന മുരടിപ്പ്, ഇവ എത്ര കാലം നിലനിൽക്കുന്നു അത്രയും കാലം പാവങ്ങൾ എന്ന നോവലിന് സാർവജനീനമായ സ്വീകാര്യത ഉണ്ടാകും. അതായത് പുരുഷന്മാര് ദാരിദ്ര്യം കൊണ്ട് നശിക്കുന്നു, സ്ത്രീകൾക്ക് വിശപ്പ് കാരണം മാനഹാനി ഉണ്ടാകുന്നു. ഇത് അതുപോലെ കുട്ടികൾ അറിവില്ലായ്മയാൽ മുരടിക്കുകയാണ് അവരുടെ ജീവിതം. ഇത് ലോകം ഉള്ളിടത്തോളം കാലം എല്ലാ രാജ്യങ്ങളും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഈ നോവല് സാർവജനീന എല്ലാ ജനങ്ങൾക്കും ബാധകമാണ് പാവങ്ങളുടെ നോവൽ. ഇനി അടുത്ത ചോദ്യം, മിസ്സിസ് തലത്ത് സ്വന്തം യജമാനത്തിയായി തന്നെ ഇരിക്കുന്നു. ചക്രവർത്തിനിയുടെ ജന്മം. മാഡം തലത്ത് മരിച്ചുപോയി മകനെ ഡോക്ടർ തലത്തിനൊപ്പം അവരും പോയി എന്ന് പറഞ്ഞാൽ അവരുടെ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. ഇത് താഴത്ത് കുഞ്ഞുകുട്ടിയമ്മ എന്നുള്ള സ്ത്രീയാണ്. അപ്പൊ അവരുടെ സൂചനയും കഥാസന്ദർഭങ്ങളും മിസ്സിസ് തലത്തിന്റെ കഥാപാത്ര നിരൂപണം. ഇനി അടുത്തത്, ഇതിന് 3 ഉണ്ട്, 15, 16, 17, 2 എഴുതിയാൽ മതി. അപ്പൊ ഞാൻ പറയുന്നത് ഈ കവിതയുടെ ഒരു കവിതയോ കഥയാണ് ആസ്വാദനത്തിന് തരുന്നതെങ്കിൽ ആസ്വാദന ചോദ്യം തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. സച്ചിദാനന്ദന്റെ അമ്മ എന്നുള്ള കവിതയാണ്. എൻ്റെ അമ്മ ധ്രുവനക്ഷത്രമല്ല, ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ മാത്രം. അവർ വടക്കൻപാട്ടിലെ വീരനായികയല്ല, അവരൊരു താരാട്ട് പാട്ടാണ്. അടുക്കളയിലെ പച്ചവിറകിനോടും അലക്ക് തൊട്ടിയിലെ വിരിപ്പിനോടും കുട്ടികളെ വിഴുങ്ങാമെന്ന പട്ടിണിയോടും ഒക്കെ എതിരിട്ട് നിന്ന് അവര് ഞങ്ങളെ വളർത്തി. അവർ താമര ഇലയിൽ പ്രേമലേഖനം എഴുതിയില്ല. അവര് അവരുടെ പുസ്തകത്തിൽ വരവും ചിലവും കണക്കൂട്ടി വെച്ച ഒരു സാധാരണ സ്ത്രീയാണ്. പച്ചവെള്ളം തിന്ന് പാല് വിറ്റുന്ന അവര് പച്ചവെള്ളം കുടിച്ചുകൊണ്ട് പാല് വിറ്റുണ്ടാക്കിയ പണം കൊണ്ട് 5 കുട്ടികളെ പുലർത്തി. അമ്മയെ അടിമുടി അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. ഓർമ്മിച്ചു നോക്കുമ്പോൾ എത്ര കുറച്ചേ എനിക്കറിയാവൂ. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും 5 മക്കളെ വളർത്താൻ ആ അമ്മ അനുഭവിച്ച ത്യാഗം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ത്യാഗത്തിന്റെ മൂർത്തിമദ്ഭാവമായ അമ്മയെ ഇവിടെ കവിതയിൽ അവതരിപ്പിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലെ പ്രശസ്തനായ കവിയായ സച്ചിദാനന്ദന്റെ അമ്മ എന്ന കവിത അമ്മയുടെ മഹത്വത്തെയും ത്യാഗ മനോഭാവത്തെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇൻട്രഡക്ഷൻ എഴുതിയതിനു ശേഷം 2 പാരഗ്രാഫായിട്ട് ആൻസേഴ്സ് എഴുതാം. ഇതിന്റെ തന്നെ ആശയം, പിന്നെ കവിതയുടെ ലാളിത്യം, ഇതിന്റെ പദശുദ്ധി, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിലും നടുക്കുള്ള മിഡിൽ പാരഗ്രാഫില് ഇതിന്റെ കണ്ടന്റും എഴുതാം. അപ്പൊ ഇത്രയും എഴുതുമ്പോൾ 1.5 മണിക്കൂർ, ഞാൻ പറഞ്ഞല്ലോ, സമയം ക്രമീകരിച്ച് എഴുതുകയാണെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ എഴുതാൻ കഴിയും. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ. നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഹൃദയത്തിൽ നിന്ന് സ്നേഹപൂർവ്വം ആശംസകൾ, പ്രാർത്ഥനകൾ. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാ വിജയങ്ങളും ഉണ്ടാകട്ടെ. ഈ ലോകത്ത് എവിടെ പോയാലും ധ്രുവനക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നവരായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.